श्री गोपालकृष्णस्य पूर्णानुग्रह सिद्ध्यर्थे अद्य दिवसे रामनवमी महोत्सव काले पुष्पपूजाख्यं कर्म करिष्ये। आपदाम् अपहर्तारं दातारं सर्वसंपदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम्। रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। उद्यद्रविप्रकरसन्निभमच्युताङ्के स्वासीनमस्य नतु नित्यवचप्रवृत्तिं ध्यायेद्गदा अभयकरं सुकृताञ्जलिं तं प्राणं यथेष्टतनमुन्नतकर्मशक्तिं तपस्वाध्याय शुश्रूषा कृष्णपूजारतं मुनिं विश्वेशमिष्टदं वन्दे परिव्राट् चक्रवर्तिनम्। आपादमौलिपर्यन्तं गुरूणाम् आकृतिं स्मरेत् तेन विघ्नाः प्रणश्यन्ति सिद्ध्यन्ति च मनोरथाः। श्रीगुरुभ्यो नमः। എല്ലാവരും ഇന്നത്തെ ദിവസം രാമനവമി മഹോത്സവ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ അയോധ്യയിൽ വെച്ച് ദശരഥ കൗസല്യയുടെ മകനായിട്ട് അവതരിച്ച ദിവസം തന്നെയാണ് ലോകത്തിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ആഘോഷം ശരിക്ക് ചൈത്രമാസ ശുക്ലപക്ഷ പ്രതിപത്ത് തുടങ്ങി നവമി പര്യന്തം 9 ദിവസം രാമോത്സവ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ ആഘോഷിക്കുന്നത് ശരിക്ക് ഭഗവാന്റെ സാക്ഷാത് വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള 7ാമത്തെ ഒരു അവതാരം തന്നെയാണ്. മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന ഭാർഗവ രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ ഒരു അവതാരം ആണ് ഇന്നത്തെ ദിവസം അവതരിച്ച ദിവസത്തിൻ്റെ ഒരു ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് എല്ലാവരും ഒരു മന്ത്രം ചൊല്ലണം. ഞാൻ പറയും, അത് ചാൻറ്റിങ് ചെയ്താൽ മതി, റിപ്പീറ്റ് ചെയ്താൽ മതി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ഇവിടെ നമുക്ക് ഈ ശ്ലോകം കൊണ്ട് ഒരു സംശയം തോന്നുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ നല്ല ഐതിഹ്യമുണ്ടെന്ന. എന്തുകൊണ്ടാണ് രാമൻ്റെ മുമ്പിൽ ശരിക്ക് രാമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ തന്നെ, രാമഭദ്രായ എന്ന് പറയുമ്പോഴും ശ്രീരാമൻ തന്നെയാണ്, രാമചന്ദ്ര എന്ന് പറയുമ്പോഴും ശ്രീരാമൻ തന്നെയാണ്. ഈ ഒരു ശ്ലോകത്തിൽ, ഈ ഒരു മന്ത്രത്തിൽ രാമരാമ എന്ന് പറഞ്ഞിട്ട് പല വിധത്തിൽ പല രീതിയിലാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്തുതി പറയുമ്പോൾ ഇതിൽ ഒരു ഐതിഹ്യമുണ്ടോ, സാരമുണ്ടോ? എന്താണ് സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയോധ്യയിൽ ശരിക്ക് ദശരഥൻ ഉണ്ടാവും, അച്ഛൻ, അമ്മ ഉണ്ടാവും, കൂടാണ്ട് ഋഷിമുനിമാരുണ്ടാവും, കൂടാണ്ട് അവിടുത്തെ സ്ത്രീകളുണ്ടാവും, കൂടാണ്ട് സീതാ മാതയുണ്ടാവും. ഇവരൊക്കെ വിളിക്കാനുള്ള രീതിയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു സാരം. ശ്രീരാമനെ ദശരഥൻ വിളിച്ചു രാമായ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമായ രാമഭദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മംഗളമായിട്ടുള്ള രാമനെ. അതാരാ വിളിക്കുന്നത്? വളരെ സ്നേഹത്തോടുകൂടി കൗസല്യ അമ്മയാണ് വിളിക്കുന്നത്. രാമഭദ്ര എവിടെയാണ് എന്ന് പറഞ്ഞിട്ട്. രാമായ രാമഭദ്രായ. ഇനി ജനങ്ങളൊക്കെ രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാ? ചന്ദ്രവംശത്തിൽ നിന്ന് വന്ന രാമനാണ്
അത് അറിയാൻ വേണ്ടിയിട്ട് രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുള്ളൂ. രാമായ, രാമഭദ്രായ, രാമചന്ദ്രായ വേധസേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക വചനമാണ്. എന്നുവെച്ചാൽ നല്ല ജ്ഞാനവാൻ എന്ന് പറയുന്ന ഒരു ആള്. അത് വിളിക്കുന്നത് ആരാണ്? ശരിക്കും ഋഷിമുനിമാരാ, ശരിക്കും ഗുരുനാഥന്മാർ. വേധസേ, ജ്ഞാനവാൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു ശബ്ദമാണ് രാമചന്ദ്രായ വേധസേ. ഇനി അഞ്ചാമത്തെ രഘുനാഥായ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം. രഘുവംശത്തിൽ നിന്ന് വന്നവനാണ് ശ്രീരാമൻ. അത് അറിയാൻ വേണ്ടിയിട്ട് രഘുനാഥായ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുള്ളൂ. ഇനി രാമായ, രാമഭദ്രായ, രാമചന്ദ്രായ വേധസേ, രഘുനാഥായ, നാഥായ. നാഥ, സ്വാമി ആരാ വിളിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം. ശരിക്ക് ഭർത്താവിനെ വിളിക്കുന്നത് പേരുകൊണ്ട് വിളിക്കില്ല, നാഥ, സ്വാമി എന്ന് പറഞ്ഞിട്ട് വിളിക്കുള്ളൂ. അതുകൊണ്ട് സീതാമാതയെ വിളിക്കുന്ന ഒരു ശബ്ദമാണ് നാഥായ, നാഥ എന്ന് പറഞ്ഞിട്ട് വിളിക്കുള്ളൂ. ഇനി അവിടുത്തെ ഈ രാജ്യഭാരത്തിലുള്ള സ്ത്രീകൾ ശരിക്ക് ശ്രീരാമൻ മാത്രം വിളിച്ചാൽ അത് ശരിയല്ല, സീതാമാതയെ മാത്രം വിളിച്ചാൽ ശരിയല്ല. അതുകൊണ്ട് സീതായ പതി എന്ന് പറഞ്ഞിട്ടേ വിളിക്കുള്ളൂ. സീതായ പതയേ നമഃ. അങ്ങനെ ഈ ഒരു ശ്ലോകത്തിൽ നല്ല ഐതിഹ്യപൂർണമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് ഈ മന്ത്രം ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഈ മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടും. അതുകൊണ്ട് രാമായ, രാമഭദ്രായ, രാമചന്ദ്രായ വേധസേ, രഘുനാഥായ, നാഥായ, സീതായ പതയേ നമഃ. ശ്രീരാമനെ നമുക്ക് ആരാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്ക് കാണിച്ചു തന്ന ഒരു വിഷയം ശരിക്കും നമുക്കൊരു നല്ല പോയിന്റ്സ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമുക്ക് അത് അറിഞ്ഞിട്ടിരിക്കണം. അത് അങ്ങനെ തന്നെ നമുക്ക് ആ ജീവിതം നമുക്ക് പോകേണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമൻ്റെ അവതാരം ശരിക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു 2 അസുരന്മാരെ വധിക്കാനായിട്ടാണ്. ഒന്ന് രാവണൻ, മറ്റൊരു കുംഭകർണൻ. ഇതിൻ്റെ സാരം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ എല്ലാവരുടെ അടുത്തും 3 ഗുണങ്ങളൊക്കെ ഉണ്ടാവും. സാത്വികമായിട്ടുള്ള ഗുണം, രാജസമായിട്ടുള്ള ഗുണം, താമസമായിട്ടുള്ള ഗുണം. പക്ഷേ ഈ ഒരു ഗുണത്തിൽ ജയിക്കുന്നത് എപ്പോഴും സത്യമേവ വിജയത്തെ. സത്യം തന്നെയാണ്, സാത്വിക ഗുണം തന്നെയാണ് വിജയിക്കുന്നത്. അതാണ് കാണിച്ചു തന്നത് നമ്മുടെ ശ്രീരാമൻ തന്നെയാണ്. എന്നുവെച്ചാൽ താമസമായിട്ടുള്ള ഗുണത്തിലുള്ള കുംഭകർണനെ വധിച്ചു, രാജസപ്രവൃത്തിയുള്ള രാവണനെ വധിച്ചു. അവസാനത്തിൽ സാത്വികമായിട്ടുള്ള വിഭീഷണനെ എന്ത് ചെയ്തു? കേവലം അവിടെ ജയിച്ചത് മാത്രമല്ല, അങ്ങേർക്ക് പട്ടാഭിഷിക്തനായി, അങ്ങേർക്ക് പട്ടാഭിഷേകം ചെയ്തു പറഞ്ഞിട്ടുള്ള ഐതിഹ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും 3 ഗുണവും ഉണ്ടാവും. പക്ഷെ ഈ ഗുണത്തെ നമുക്ക് മാറ്റി എടുക്കുന്നത് എങ്ങനെയാണ്? ശ്രീരാമനെ നല്ല രീതിയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള താമസ ഗുണവും രാജസ ഗുണവും നമുക്ക് മാറ്റി ഭഗവാൻ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള സാത്വിക ഗുണം നമുക്ക് തരാറുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാമനവമി മഹോത്സവ സമയത്ത് ഇവിടെ വന്ന എല്ലാവരും ഭക്തന്മാർക്കും കേവലം അത് മാത്രമല്ല, ഈ കൊല്ലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ആ അയോധ്യയിൽ വെച്ചിട്ട് രാമൻ്റെ ഒരു പ്രതിഷ്ഠ നടന്നത്, അതിനേക്കാൾ ഒരു സന്തോഷം പിന്നെ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ പ്രതിഷ്ഠ നടന്ന ശേഷം ആദ്യമായിട്ട് നമുക്ക് രാമോത്സവം നടക്കുന്ന ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് എല്ലാവരും കേവലം നമുക്ക് കൊല്ലം തോറും നടത്തുന്ന രാമോത്സവം മാത്രമല്ല, ഈ കൊല്ലം വിശിഷ്ടപൂർണമായിട്ടുള്ള രാമോത്സവമായതുകൊണ്ട് നമുക്ക് എല്ലാവരും ഈ മന്ത്രം കൊണ്ട് പ്രാർത്ഥിക്കുക. കേവല എനിക്ക് മാത്ര സാത്വിക ഗുണം മാത്രം വന്നാൽ പോരാ, ഇടീ ലോകത്തിലും നമുക്ക് സാത്വികമായിട്ടുള്ള ഗുണം വരട്ടെ. ദേശഭക്തി ഉള്ള, ഭഗവാന്റെ അടുത്ത് ഭക്തിയുള്ള ആള് ജയിച്ചോട്ടെ, നമ്മുടെ ദേശം ശരിക്ക് രാമരാജ്യമാവട്ടെ എന്ന് പറഞ്ഞിട്ട് വന്ന ഭക്തന്മാർക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള
ആ രാമൻ വേണ്ടപ്പെട്ട രീതിയിൽ അനുഗ്രഹിക്കട്ടെ, അവരുടെ ഉള്ളിലുള്ള സാത്വിക ഗുണം ഊർജമായിട്ട് നമുക്ക് മുമ്പോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് വാക്ക് ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ച് കൃഷ്ണാർപ്പണമസ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.